ഇവരെ ബുദ്ധിയാണ്, കൗശലമാണ്, നമ്മളെ കളിപ്പിക്കുകയാണ്. 10ാം ധനകാര്യ കമ്മീഷൻ 15ാം ധനകാര്യ കമ്മീഷനെയും കമ്പയർ ചെയ്തിട്ട് കോടാനുകോടി രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് പറയും. അങ്ങനെ വ്യത്യാസം നിങ്ങൾ 14ഉം 15ഉം കൂടി കമ്പയർ ചെയ്യും. 14ാം ധനകാര്യ കമ്മീഷൻ 2.5 തന്നു, ഇപ്പൊ 1.92 തന്നുള്ളൂ. GVC പൂളിൽ നിന്ന് അത്രയും കുറവ് വന്നു. ഞങ്ങൾ സ്ട്രോങ് ആണ് ആ കാര്യത്തിൽ. അതിന്റെ മാനദണ്ഡങ്ങൾ പുതുക്കി ഫിനാൻസ് കമ്മീഷൻ നിശ്ചയിക്കണമെന്ന കാര്യത്തിൽ ദേശീയ തലത്തിൽ ഞങ്ങൾ ഉറച്ച നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. എന്താണ്? GST കോമ്പൻസേഷന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കാണിച്ച അവഗണന. GST കോമ്പൻസേഷൻ എന്താ? പാർലമെന്റ് ഒരു നിയമം പാസാക്കി GST നടപ്പാക്കുകയാണ്. GST നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം, നികുതി വരുമാനത്തിൽ, നികുതി വളർച്ചയിൽ, നിരക്കിൽ വ്യത്യാസം വന്നാൽ അതിന്റെ നഷ്ടപരിഹാരം കേന്ദ്രം തരും. 5 കൊല്ലത്തേക്ക് തരും. 14% റവന്യൂ ന്യൂട്രൽ റേറ്റ്. 14 കുറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റ് GST കോമ്പൻസേഷൻ തരും. 5 കൊല്ലവും നിങ്ങൾ GST കോമ്പൻസേഷൻ വാങ്ങിച്ചു. എന്നിട്ട് ഇപ്പൊ പറയണത് എന്താ തരും? 6ാമത്തെ കൊല്ലം കൂടി GST കോമ്പൻസേഷൻ കിട്ടുമായിരുന്നുവെങ്കിൽ ഒരു 12,000 കോടി കിട്ടിയെന്ന്. ഇത് എവിടത്തെ കണക്കാണ്? അത് പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ വാറ്റും അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ ഗവൺമെന്റ് ഉള്ളപ്പോ വാറ്റിന്റെ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്. GST കോമ്പൻസേഷൻ 5 കൊല്ലത്തേക്ക് മേടിച്ചു മുഴുവൻ പൈസ